രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തയക്കണമെന്ന് പറഞ്ഞയാളാണ് സന്ദീപ് വാര്യർ എന്ന് കെ മുരളീധരൻ. പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വയനാട്ടിൽ സന്ദീപ് വാര്യർ പ്രചാരണത്തിന് എത്തിയിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്തത് ആ തെറ്റ് തിരുത്താമായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. അതെ, അതിൽ നല്ല കാര്യമാണ്. കാരണം പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോൾ പകരം ഒരു വാര്യരെ കിട്ടിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് 2 ആഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോവായിരുന്നു. കാരണം അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. ഈ സ്നേഹത്തിൻ്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം, അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഗാന്ധിനെ കൊന്നതല്ല, വെടികൊണ്ടപ്പോൾ മരിച്ചാന്ന് മുമ്പ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ BJPക്ക് വേണ്ടി പറഞ്ഞു എന്നാണ്. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ല. ഇല്ല, അത് ഉദ്ദേശിച്ചൊന്നുമില്ല. അതെനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പഴയ ഗാനം ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടപ്പോൾ ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതും ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരേണ്ടെന്നും കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ടെന്നുമായിരുന്നു കെ മുരളീധരൻ നേരത്തെ പറഞ്ഞത്. ആ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രശ്നമുണ്ട്. പിന്നെ എന്തിനാ വെറുതെ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരും? പാർട്ടി ജനാധിപത്യ പാർട്ടി അതിന് പ്രശ്നം ഉണ്ടാവും. പിന്നെ നിങ്ങൾ സന്ദീപ് വാര്യരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണോ? വിവരങ്ങളുമായി വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, ഇതിപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വവാദിയെ കോൺഗ്രസ് എടുത്ത നിലപാട് പാലക്കാട്ടെ വോട്ടർമാർ തീർച്ചയായും ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ സന്ദീപ് വാര്യർക്കെതിരെയുണ്ട്. മുരളി അത് വളരെ നേരത്തെ തന്നെ പ്രകടമാക്കുകയും ചെയ്തു. ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട്. ഇനി സന്ദീപ് വാര്യർ കൂടി വന്ന് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകേണ്ട എന്നതായിരുന്നു. ഇവിടെ കോൺഗ്രസിൽ ഇനി രൂപപ്പെടാൻ പോകുന്ന ഒരു വലിയ പ്രതിഷേധം എന്തൊക്കെയായിരിക്കാം പൊട്ടിത്തെറി ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ? മുരളീധരൻ നേരത്തെ തന്നെ വെടിപൊട്ടിച്ചു. ഇന്ന് തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ്, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തയക്കണമെന്ന് പറഞ്ഞ ആളാണ് ഈ സന്ദീപ് വാര്യർ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സിജു, തീർച്ചയായും ഈ കോൺഗ്രസിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ് കെ മുരളീധരൻ ഇന്ന് നൽകിയത്. അടിമുടി പരിഹാസം നിറഞ്ഞതായിരുന്നു കെ മുരളീധരൻ്റെ ഓരോ വാക്കുകളും. ആ വാക്കുകൾക്ക് തൊട്ട് മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. അക്കാര്യവും ചോദിച്ചപ്പോൾ അത് ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇട്ടതാണ്, നേരത്തെ കേട്ടതുകൊണ്ട്. പക്ഷേ അങ്ങനെയല്ല, പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം അത് 15 നാഴിക കൊണ്ട് അവസാനിക്കും എന്നാണ് അതിന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഇട്ടതല്ല, ആരെയോ കൃത്യമായി കൊള്ളുന്ന വിധത്തിൽ തന്നെ കൊള്ളണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ആ പോസ്റ്റ് പങ്കുവച്ചത്. ആ ചോദ്യത്തിനുള്ള മറുപടിയിൽ തന്നെ അതുണ്ട്. അദ്ദേഹം ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ടാണ് ഒരു പരിഹാസം നിറഞ്ഞ രീതിയിൽ അതിനുള്ള മറുപടിയും നൽകിയത്. എന്തായാലും ഇതിൽ ഉള്ള ഒരു അതൃപ്തി നേരത്തെ തന്നെ കെ മുരളീധരൻ വ്യക്തമാക്കിയതാണ്. കോൺഗ്രസിൽ തന്നെ നിലവിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിലവിൽ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ച് മറ്റൊരു പ്രശ്നത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന തൻ്റെ അഭിപ്രായം മുതിർന്ന നേതാവായിട്ടുള്ള കെ മുരളീധരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അതൊന്നും അതേ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പോലും ആരാതെ 2 ദിവസം കൊണ്ട് ചാടിപ്പിടിച്ച് മറ്റ് പല പാർട്ടികളിലേക്കും പോകും എന്നൊക്കെ സൂചനകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ. അങ്ങനെയാണ് 2 ദിവസം മുമ്പ് മാത്രം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിലുള്ള VD സതീശനോടുള്ള അമർഷം കൂടി പ്രകടിപ്പിക്കുന്നതാണ് കെ മുരളീധരൻ്റെ ഓരോ പ്രസ്താവനയും. കെ മുരളീധരനോട് അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് പണ്ട് പല കാര്യങ്ങളും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഗാന്ധിവധത്തിൽ ചെറുതായൊന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയത് മാത്രമാണ് ഹിന്ദു മഹാസഭ ചെയ്ത തെറ്റ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. ചാനൽ ചർച്ചകളിലെ സ്ഥിരം കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പരുഷമായും മോശമായും സംസാരിക്കുന്ന ഒരു BJPയുടെ ശബ്ദമായിരുന്നു സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. ആ സന്ദീപ് വാര്യരെയാണ് 2 ദിവസത്തെ മാത്രം ഒരു സമയത്തിൻ്റെ ചർച്ചകൾ മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം. ഇതിനെതിരെ വലിയ പ്രതിഷേധം സ്വാഭാവികമായി വരും. ഇപ്പോൾ നിലവിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതല കൂടി ഉള്ള നേതാക്കൾ ഉൾപ്പെടെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഘട്ടങ്ങളിലെല്ലാം വളരെ മോശമായി ചാമക്കാലയോടൊക്കെ ഈ സന്ദീപ് വാര്യർ പെരുമാറുന്ന ആ വാക്കുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഗാന്ധിയെ കൊന്നതുമായി ബന്ധപ്പെട്ട് ഈ സന്ദീപ് വാര്യർ നടത്തിയ പ്രസ്താവനയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഘട്ടത്തിലാണ് കെ മുരളീധരൻ ഇത്തരത്തിലുള്ളൊരു അതൃപ്തി പറയാതെ പറഞ്ഞുകൊണ്ട്
ഈ വി ഡി സതീശനും സംഘത്തിനുമെതിരായ ഒളിയമ്പ് കൂടി ചെയ്തുകൊണ്ടുള്ള പ്രതികരണം നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഇതിലുള്ള കടുത്ത അമർഷം കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾക്കും ഉണ്ടാകും. അല്പസമയം മുമ്പ് AK ആന്റണിയോട് പ്രതികരണം ആരായാൻ നമ്മളൊക്കെ ചെന്നിരുന്നു. പക്ഷേ അദ്ദേഹം നിലവിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത്. ആ രീതിയിൽ തന്നെയുള്ള അഭിപ്രായമുള്ള ചെന്നിത്തലയുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ആ അഭിപ്രായമുള്ള ആളുകൾ ഒക്കെയുണ്ട്. ഇതുവരെ കോൺഗ്രസിന്റെ കടുത്ത വിമർശകനും അതിനപ്പുറം തീവ്ര വർഗീയവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന